നാളെ സ്വർണ്ണവിലക്ക് എന്ത് സംഭവിക്കും എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഇന്നത്തെ സ്വർണ്ണവില പറയാം. ഇന്ന് ഒരു പവന് 560 രൂപ കൂടി 37,280 രൂപ ആയി മാറി. ഇന്ത്യൻ റിയൽ പറയുന്നുണ്ട് എല്ലായ്പ്പോഴും സ്വർണ്ണവില കുതിച്ച് ഉയരും എന്നുള്ളത്. അത് പരമാവധി ആളുകൾക്ക്, ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരിക്കും. അതിന് ഇന്ത്യൻ റിയലിനോട് വെറുപ്പ് തോന്നിയിട്ട് കാര്യമില്ല. ഇന്ത്യൻ റിയൽ വസ്തുതകളാണ് പറയുന്നത്. ഇന്ത്യൻ റിയൽ സ്വർണ്ണവില തകർന്നു എന്നുള്ള വാർത്ത നൽകിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റിയലിന് നന്ദി രേഖപ്പെടുത്തുന്നവർ തന്നെ സ്വർണ്ണവില കൂടും എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ തെറി രൂപങ്ങളിൽ ഒരുപാട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരു മോശമായ രീതിയിൽ വിമർശിക്കാം ഇന്ത്യൻ റിയലിനെ, അതിന് യാതൊരു പ്രോബ്ലവുമില്ല. മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു അക്കൗണ്ടിന് ഇന്ത്യൻ റിയലിൽ കമൻറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അത് മനസ്സിലാക്കുക. അതുപോലെയാണ് സെറ്റിങ്സ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി പറയാനുള്ളത് നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാളെ കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയരും. ഇത് സത്യമാണ്, അതേ പറയാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നാളെ സ്വർണ്ണവില കുറയും എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് സ്വർണ്ണവില കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സ്വർണ്ണവില കൂടിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നിങ്ങൾ പറയില്ലേ? അതുകൊണ്ട് ഇന്നത്തെ കണക്ക് പ്രകാരം നാളെയും കേരളത്തിൽ സ്വർണ്ണവില ഉയരും. ഈ ഉയർച്ച എത്രമാത്രം വലുതാകും എന്നുള്ളതിനെ ആസ്പദമാക്കി ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. അത് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കേരളത്തിൽ സ്വർണ്ണവില ഉയരും. ഈ വില ഉയർച്ച എത്രമാത്രം വലുതാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രകടിപ്പിക്കാൻ വയ്യ. എങ്കിലും ഇപ്പോൾ തന്നെ ഒരു ഉയർന്ന നിലയിലാണുള്ളത്. നല്ല രീതിയിൽ നാളെ കേരളത്തിൽ സ്വർണ്ണവില കൂടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇന്നലെ സ്വർണ്ണവില പ്രധാനമായും വലിയ മാറ്റം വന്നത് 9 മണി ആ സമയത്താണ്. ആ സമയത്തോടടുക്കുമ്പോൾ തന്നെയാണ് ഇന്നും സ്വർണ്ണവില കുതിച്ചുയരുന്നത്. അപ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ റിയൽ പുതിയ വീഡിയോ ചെയ്യുന്നതാണ്. ഇനി ഇന്ത്യൻ റിയൽ പ്രവചിച്ചതിന് എതിരെ സ്വർണ്ണവിലകളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഇന്ത്യൻ റിയൽ അതും പറയാൻ ഇന്ത്യൻ റിയൽ ബാധ്യസ്ഥരാണ്. അത് ഇന്ത്യൻ റിയൽ ചെയ്യുന്നതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് സ്വർണ്ണവിലകളിൽ വരുന്ന മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള, അത് കേരളത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള ഒരു ജോലി മാത്രമേ ഇന്ത്യൻ റിയൽ ചെയ്യുന്നുള്ളൂ. അതിന് സ്വർണ്ണവില നിങ്ങൾ പറഞ്ഞില്ലേ ഉയരും എന്നുള്ളത്, എന്നിട്ട് ഇന്ന് ഉയർന്നോ എന്ന് ചൂടാവണ്ട. ഇന്ത്യൻ റിയൽ വസ്തുതകൾ വെച്ച് ഇന്ത്യൻ റിയൽ തുടർച്ചയായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇന്ത്യൻ റിയൽ പറഞ്ഞത് ശരിയാണോ ഇല്ലേ എന്ന്. അത് തന്നെയാണ് ഈ ചാനലിൻ്റെ വിജയവും. ഇന്ത്യൻ റിയൽ പറയുന്നത് വരാൻ പോകുന്ന ദിവസത്തിൽ സ്വർണ്ണവിലക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അല്ലാതെ അന്നത്തെ സ്വർണ്ണവില എന്താണെന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് റിസ്ക് ഏറിയ ജോബാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ഇതിൻ്റെ പിറകിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടുന്നത്. സ്വർണ്ണവില ഉയരുമോ കുറയുമോ എന്നുള്ളത് അത് മനസ്സിലാക്കാതെ അതിനെ വിമർശിക്കരുത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വർണ്ണവില ഉയരുമോ കുറയുമോ എന്ന് തലേ ദിവസം തന്നെ പറയുക എന്നുള്ളത്. അതിനത്രമാത്രം ജോലി ചെയ്തിട്ടാണ് ഇന്ത്യൻ റിയൽ നിങ്ങൾക്ക് മുമ്പിൽ അത് എത്തിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യൻ റിയൽ ഒരുപാട് മുമ്പേ പറഞ്ഞു, ഒരു പ്രവചനത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ പറഞ്ഞു. എന്ത്? സ്വർണ്ണവില കുതിച്ചുയരും. അത് 40, 50, 60, 70, 80 ഒന്നും ഒക്കെ കണ്ടുപോകും. ഇന്ത്യൻ റിയലും നിങ്ങളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കാണാം. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. അതാണ് ചരിത്രം. കാരണം കറൻസി പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള ടൈം പീരിയഡാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് എത്ര കാലം കൊണ്ട് അത് സംഭവിക്കും, അതിൽ മാത്രമേ ചോദ്യമുള്ളൂ. അത് പറയുന്നത് വിദഗ്ധരെല്ലാവരും പറയുന്നത് ഇന്നിപ്പോൾ 600% പണ്ടത്തേതിനേക്കാളും 20 വർഷത്തിനേക്കാളും കൂടുതലുള്ളെങ്കിൽ, ഇന്ന് 20 വർഷം എടുത്തിരുന്നെങ്കിൽ പിന്നീട് 600% വരാൻ വേണ്ടിയിട്ട് അത്രയും വലിയ പീരിയഡ് എടുക്കുന്നില്ല എന്നാണ്
വിദഗ്ധർ എല്ലാവരും പറയുന്നത്. അതായത് ആ ചെറിയ പൈസയുടെ 600% പോലെ ആവില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് 600% ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു സംഖ്യയായി തന്നെ മാറും. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇന്ത്യൻ റെയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ധൈര്യത്തിൽ ഇത്രയും വില ഉയർന്നു പൊങ്ങും, 40 ആകും, 45 ആകും എന്ന് ഇന്ത്യൻ റിയൽ പറയുന്നതിൻ്റെ ധൈര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവും നിങ്ങളിൽ പലരും. അത് പല രൂപത്തിലും ഇനി ഇതിൻ്റെ താഴെ കമൻ്റായിട്ടും ചിലപ്പോൾ വന്നേക്കാം. കാരണം മറ്റൊന്നുമല്ല, സ്വർണമാണ് യഥാർത്ഥത്തിലുള്ള പണം, ഗോൾഡ് ആൻഡ് സിൽവർ. അതിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ള എല്ലാ പേപ്പർ കറൻസികളും എന്താണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മണികളും അതൊക്കെ ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ നടത്തുന്ന ചില ക്രയവിക്രയങ്ങൾ മാത്രമാണ്. ദ റിയൽ മണി, ദ റിയൽ അസറ്റ് ഈസ് ഗോൾഡ്. അതാണ് ഒറിജിനൽ മണി. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ കൂടും. മറ്റുള്ളതെല്ലാം വെറും ഊഹം മാത്രമാണ്, എല്ലാം ഒരു ഡെബിറ്റാണ്. മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. നിങ്ങൾക്കത് വിഷമമുണ്ടെങ്കിലും, സ്വർണ്ണവില കൂടും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടാവില്ല. നിങ്ങൾക്ക് ഇന്ത്യൻ റിയലിനെയും മനസ്സിലാക്കാൻ കഴിയും. ഗോൾഡ് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഒരു പണം എന്നുള്ളത്. ആ ഗോൾഡിൻ്റെ പിറകിലാണ് ഈ കറൻസികളെല്ലാം അച്ചടിച്ച് ഇറക്കുന്നത്. മനസ്സിലാക്കിയോ? അതും എത്രയെ അടിച്ചിറക്കുന്നതിൻ്റെ ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കാൻ കഴിയില്ല. ഇത് 1 2 അടിച്ചിറക്കുന്ന ഒരു കാര്യമല്ല. മെഷീനുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ട്രില്യൺസ് അടിച്ചിറക്കുകയാണ് ഈ പേപ്പറുകൾ. ഈ പേപ്പർ, നമ്മുടെ കയ്യിലുള്ള പേപ്പറിന് ഒരു പേപ്പറിൻ്റെ വാല്യൂ മാത്രം തന്നെ ഉള്ളൂ. ഒരർത്ഥത്തിൽ ഗോൾഡിനെ വാല്യൂ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എങ്കിൽ ഞങ്ങൾക്ക് ഗോൾഡിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി നിങ്ങളിലേക്കത് എത്തിക്കാൻ കഴിയും. നിങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം.